ശിവ തത്വമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയാണ് ഭഗവാൻ ശിവനെന്ന്. തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും ഉന്നതനായ മൂർത്തിയും ഭഗവാനാണ്. ശിവതത്വം ജന്മം എടുത്തിട്ടുള്ള എല്ലാത്തിനും നാശമുണ്ട്. ആ നാശം 5 രൂപത്തിലുമാണ്. 1, വായുപ്രവാഹം മൂലം, വായു തടസ്സം മൂലം. 2, ജലം മൂലം. 3, അഗ്നി മൂലം. 4, രോഗം മൂലം. 5, ആയുധം മൂലം. 6ാമതൊരു തലത്തിൽ നശിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതാണ് ശിവതത്വം നമ്മെ പഠിപ്പിക്കുന്നത്. വായുപ്രവാഹം മൂലം, വായു തടസ്സം മൂലം, അതാണ് ഭഗവാന്റെ ജട. ജലം മൂലം ശിവഗംഗ. അഗ്നി മൂലം തൃക്കണ്ണ്. രോഗം മൂലം കഴുത്തിലൊരു പാമ്പിനെ ചുറ്റിയിട്ടിട്ടുണ്ടല്ലോ. പാമ്പ് യഥാർത്ഥത്തിൽ എന്താണ്? രോഗത്തിൻ്റെ പ്രതീകമാണ്. ഭാരതീയർ കാലാകാലങ്ങളായി 10,000-കണക്കിന് വർഷങ്ങളായി സർപ്പത്തെ രോഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഇന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ചിഹ്നം നമുക്കറിയാം, 2 സർപ്പങ്ങളാണ്. അപ്പോൾ ഇത് അതുപോലെയാണ് ആയുധം മൂലം. അതാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശൂലം. ഇങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തി എത്തിപ്പെടുന്നത് ശ്മശാനത്തിലാണ്. അതുകൊണ്ടാണ് ഭാരതീയർ കാലാകാലങ്ങളായി ഭഗവാൻ ശിവനെ ശ്മശാനവാസി രുദ്രനായി കാണുന്നത്, ആരാധിക്കുന്നതും. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഈ സന്ദേശം എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്തേ.